അടുത്തത് ഏതാണ് എടുക്കേണ്ടത്? ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ കുറെ ഉണ്ട് സാർ. അത് പറഞ്ഞു തരണോ? നിങ്ങൾക്ക് വേണോ? വേണ്ട. അടുത്തത് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ആ. BMOക്ക് CPC തുടങ്ങിയോ? സിവിൽ പ്രൊസീജിയർ കോഡ് തുടങ്ങിയോ? BMOക്ക് CPC എടുത്ത് തുടങ്ങിയോ? എന്താ സാർ? CPC നിങ്ങൾക്ക് കോളേജിൽ എടുത്ത് തുടങ്ങിയോ? ഇല്ല തുടങ്ങിയില്ല. IPC ആ തുടങ്ങിയേക്കണം. അഞ്ജുഷയ്ക്ക് ഏത് പേപ്പറാ തുടങ്ങിയത്? IPC ഫസ്റ്റ് ഇല്ലേ? അഞ്ജുഷയ്ക്ക് ഏതാ തുടങ്ങിയത്? എനിക്കിപ്പോ ടോർട്ടും കോൺസ്റ്റിറ്റ്യൂഷനും മാത്രമേ ലോ പേപ്പർ ഉള്ളൂ സാർ. അപ്പൊ നമുക്ക് IPC അങ്ങ് എടുത്താലോ? അതെടുക്കാം സാർ. IPCയുടെ പുസ്തകം മോക്കളുടെ കയ്യിലുണ്ടോ? ബെയർ ആക്ട് ആണോ? ഇല്ല. ദിയയുടെ കയ്യിലുണ്ടോ? IPCയുടെ എക്സാം ആകത്തോണ്ട് അത് മേടിച്ചിട്ടില്ല. അത് ഇനി മേടിക്കണം. IPCയുടെ എക്സാം നടക്കുന്നുണ്ടോ? ഇല്ല അതിനി അടുത്ത സെമ്മും കൂടി കഴിഞ്ഞിട്ടാണ് ഇനിയുള്ളൂ എക്സാം. ശരി. നമുക്ക് തൽക്കാലം IPC ഓക്കെ സാർ. IPC എത്രാമത്തെ പേജാ എടുത്തേ? 152. 152 അല്ലേ? 152. എടുത്തോളൂ. ചെറുതെ കൊണ്ടുപോകാവൂ കേട്ടോ. ഇട്ടുകൊണ്ട് പോകരുത്. ശരി. The Indian Penal Code came into operation on the 1st January 1860. 1st January നമ്മളെന്തോ വിളിക്കും? സാധാരണയായിട്ട് 1st January നമ്മൾ വിളിക്കുന്ന പേരെന്താ? ന്യൂ ഇയർ. അപ്പൊ ന്യൂ ഇയർ ആക്ട് ആണ് ഏതാ? IPC 1862. പക്ഷേ IPC എനാക്ട് ചെയ്തത് 1860ലാണ് അല്ലേ? ഒരു കുട്ടി ജനിച്ചാൽ എത്ര വർഷം കൊണ്ടാണ് നടന്നു തുടങ്ങുന്നത്? 2-3 വയസ്സ്. 3 വർഷോ? ഉദ്ദേശം 2 വർഷം അല്ലേ? ഒരു വയസ്സ് അല്ലെങ്കിൽ അതിനു മുന്നേ നടക്കും. പക്ഷെ IPC നടക്കുന്നത് 2 വർഷമായിട്ടാണ്. 1860 1860 IPC ജനിച്ചു. പക്ഷെ IPC നടന്നത് 62ലാണ്. നാളെ അതുകൊണ്ട് മാറിക്കൊണ്ട് കേട്ടോ. അപ്പൊ അത് കൊണ്ടുപോകണ്ട. IPC ജനിച്ചത് 1860ലാണ്. പക്ഷേ IPC നടന്നത് 1862ലാണ്. മനസ്സിലായോ? മനസ്സിലായില്ല. Though it received the assent of the Governor General Council of October 6, 1860. 1860 ഒക്ടോബർ 6 പ്രസിഡന്റിന്റെ ഒപ്പ് വാങ്ങി എന്നിവിടെ പറയാൻ പറ്റത്തില്ല. അന്ന് പ്രസിഡന്റ് ഇല്ല. പകരം ആരാ? പ്രൈം മിനിസ്റ്റർ, ഗവർണർ ജനറലാണ്. പ്രസിഡന്റിന് പകരം ഇന്ത്യ ഭരിച്ച ആളുടെ പേരാണ് ഗവർണർ ജനറൽ. അതുകൊണ്ട് 1860 ഗവർണർ ജനറൽ ഒപ്പ് വാങ്ങിയെങ്കിലും IPC നടപ്പാക്കിയത് 1862 മുതലാണ്.
The Indian Penal Code was drafted in 1834. ഇന്ത്യൻ പീനൽ കോഡ് 1834 ഡ്രാഫ്റ്റ് ചെയ്തത് by the first Indian Law Commission, which Lord Macaulay was the president. ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ, അതിൻ്റെ പ്രസിഡന്റായി ലോർഡ് മെക്കാളെ ആയി. ആൻഡ് 3 other members were there. ലോർഡ് മെക്കാളെയും 3 പേരും, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു ലോ കമ്മീഷനാണ് എന്ത് ഡ്രാഫ്റ്റ് ചെയ്തത്? IPC ഡ്രാഫ്റ്റ് ചെയ്തത്. അതിൽ ചാൾസ് ഹേ, കാമറൂൺ, ജോൺ മാക്ഫർസൺ അങ്ങനെ 3 പേരും ലോർഡ് മെക്കാളയും ചേർന്ന് 1860 ഒക്ടോബർ 6 IPC ഡ്രാഫ്റ്റ് ചെയ്ത് പൂർത്തീകരിച്ചു. 1834 മുതലാണ് IPC ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലായോ? മനസ്സിലായി സാർ. And of giving to very part of its improvements. ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന, ഒരു രാജ്യത്ത് സംഭവിക്കാൻ പറ്റുന്ന എല്ലാ കുറ്റകൃത്യങ്ങളെയും കുറിച്ചും IPC പ്രതിപാദിച്ചു. വിച്ച് പ്രാക്ടിക്കൽ സ്കിൽ ആൻഡ് ടെക്നിക്കൽ നോളജ് കുഡ് ബെസ്റ്റോ ഈസ് ഡ്യൂ ടു സർ ബ്രാൻസ് പീകോക്ക് എന്ന് പറയുന്ന നിയമ ഉപദേശകൻ. പ്രാക്ടിക്കൽ നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കില്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിയമോപദേശകനെ. പീകോക്ക്, ബ്രാൻസ് പീകോക്ക്, അതൊന്നും പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. ബ്രാൻസ് പീകോക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഉള്ള ആളുടെയും സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രാൻസ് പീകോക്ക്, പിന്നാരാ? ലോർഡ് മെക്കാളെ, പിന്നാരാ? ചാൾസ് ഹേ, പിന്നാരാ? കാമറൂൺ, ജോൺ മാക്ഫേഴ്സൺ എന്ന 5 പേരുടെ പ്രയത്ന ഫലമായിട്ടാണ് 1860 ഒക്ടോബർ 6 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ. മനസ്സിലായോ? മനസ്സിലായി സാർ. Who held Macaulay the place during the most anxious years through which he in the empire was passed? ഇന്ത്യയിലെ ഭരണം നടത്തിയതിലെ ലോർഡ് മെക്കാളെ ചെയ്ത ജോലിയിലെ ഏറ്റവും പ്രാവീണ്യമുള്ള ജോലിയായിരുന്നു IPCയുടെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക. IPCയെ എടുത്തു മാറ്റി പകരം വേറൊരു സാധനം വെക്കാൻ 10-75 വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം in the present town of Bombay, prior to 1860, the English criminal law as modified by several acts. India's criminal law പലതവണ മോഡിഫൈ ചെയ്തിട്ടുണ്ട് IPCക്ക് മുമ്പ്. Was administered in Indian Penal Code in the another penal code in the present town of Bombay, കൽക്കട്ട ആൻഡ് മദ്രാസ്. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിച്ച ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഇംഗ്ലീഷ് ക്രിമിനൽ ലോ അതുപോലെ നടപ്പാക്കി. അതിനുശേഷമാണ് ഇന്ത്യക്ക് മൊത്തം ഒരു ക്രിമിനൽ ലോ വേണമെന്ന് ആർക്ക് തോന്നിയത്? ബ്രിട്ടീഷുകാർക്ക് തോന്നി. ഇന്ത്യക്കാർക്ക് ഒരിക്കലും ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ഇന്ത്യ എന്നൊരു സങ്കല്പമേ ഇല്ലായിരുന്നു. എല്ലാവരും കൊച്ചി രാജാവ്, കോഴിക്കോട് രാജാവ്, തിരുവിതാംകൂർ രാജാവ്, പിന്നെ കുണ്ടളദേശൻ രാജാവ്, വേണാട് രാജാവ്,
അങ്ങനെ ഓരോ സ്ഥലത്ത് രാജാക്കന്മാരും രാജ്ഞിമാരുമായിട്ട് കഴിയുകയായിരുന്നു. എന്നിട്ടാണ് ഇന്ത്യ ചരിത്രത്തിൽ പറയുന്നത് ഇന്ത്യയെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ജാതിയുടെ പേരിൽ വിഭജിച്ചു, മതത്തിൻ്റെ പേരിൽ വിഭജിച്ചു, ഭാഷയുടെ പേരിൽ വിഭജിച്ചു, ഇന്ത്യയെ ചൂഷണം ചെയ്തു. ഇന്ത്യ എന്നൊരു സങ്കല്പം പോലും ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇല്ല. അപ്പം പിന്നെ എങ്ങനെ ഇല്ലാത്തൊരു സാധനത്തിന് എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞെന്താണ്? ബ്രിട്ടീഷുകാർക്ക് ആധിപത്യമുള്ള ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഇംഗ്ലീഷ് ക്രിമിനൽ ലോ നടപ്പാക്കി. The major criminal offences in India have been codified in the Indian Penal Code and another criminal enactment and their procedure in Criminal Procedure Code. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ ക്രിമിനൽ നിയമവും IPC കൊണ്ടുവരികയും IPC പ്രകാരം കുറ്റം ചെയ്യുന്ന ഒരാളെ CRPC പ്രകാരം ശിക്ഷിക്കുകയും ചെയ്യുന്ന സംവിധാനം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ 1860. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. And their procedure in the Criminal Procedure Code, the Indian Penal Code deals specifically with offence and states that matters will afford an excuse for defense to charge of any offence. എന്തിനൊക്കെ വേണ്ടിയാണ്? ഇന്ത്യൻ പീനൽ കോഡ് ഡീൽസ്, ഇന്ത്യൻ പീനൽ കോഡ് ഡീൽ ചെയ്യുന്നു. എന്തൊക്കെ ഡീൽ ചെയ്യുന്നു? Specifically with offences and state their matters will afford an excuse or a defense to charge in you. ഇന്ത്യൻ പീനൽ കോഡ് എന്തൊക്കെ ചെയ്യുന്നു? ഒരു ഒഫൻസ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്ക്യൂസും ഡിഫൻസുകളും ഒന്നും എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡ് ഡീൽ സ്പെസിഫിക്കലി വിത്ത് ഒഫൻസസ്. ഇന്ത്യൻ പീനൽ കോഡ് എന്തിനെ കുറിച്ച് പറയുന്നു? ഒഫൻസിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് സ്റ്റേറ്റ് വാട്ട് മാറ്റേഴ്സ് വിൽ ബി അഫോർഡ് ആൻഡ് എക്സ്ക്യൂസ് ആൻഡ് ഡിഫൻസ്. എക്സ്ക്യൂസബിൾ ഒഫൻസ് ഏതൊക്കെയാണ്? ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഒഫൻസ് ഏതൊക്കെയാണ്? ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസ് ഏതൊക്കെയാണ് എന്നിങ്ങനെ IPC ഒഫൻസിനെ തരംതിരിച്ചിട്ടുണ്ട്. എക്സ്ക്യൂസബിൾ ഒഫൻസ് നമുക്ക് IPC പഠിക്കുമ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ പഠിക്കും എക്സ്ക്യൂസബിൾ ഒഫൻസ് ഏതൊക്കെയാണ്. ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ് ഏതൊക്കെയാണ്? മനസ്സിലായോ? മനസ്സിലായി. ആ, മക്കൾസ് ഒന്ന് വായിച്ചേ രണ്ടുപേരും. The Indian Penal Code 45 of 1860. Introduction. The Indian Penal Code came into operation on the 1st January 1862, though it received the assent of the Governor General in Council on October 6, 1860. The Indian Penal Code was drafted in 1834 by the first Indian Law Commission, of which Lord Macaulay was the president, and three other members were there: Charles Hay Cameron, John Macpherson MacLeod, and George William Anderson. The credit of passing the penal code into law and of giving to every part of it the improvements which practical skill and technical knowledge could bestow is due to Sir Bernard Peacock, who held Macaulay's place during the most anxious years through which the Indian Empire has passed. Prior to 1860, the English criminal law, as modified by several acts, was administered in the presidency towns of Bombay, Calcutta, and Madras. The major criminal offences in India have been codified in the Indian Penal Code and in another criminal enactments and their procedure in the Criminal Procedure Code. The Indian Penal Code deals specifically with offences and states what matters will afford an excuse or a defense to a charge of any offence.
ആ മോള് വായിച്ചേ. The Indian Penal Code Introduction. The Indian Penal Code came into operation on the 1st January 1862, though it received the assent of the Governor General in the Council on October 6, 1860. The Indian Penal Code was drafted in 1834 by the first Indian Law Commissioner, of which Lord Macaulay was the president, and three other members were there: Charles A. Cameron, John Macpherson, McCord, and George William Anderson. The credit of passing the penal code into law and of giving to every part of its improvement which a practical skill and technical knowledge could be bestow is due to Sir Burns Peacock, who held Macaulay's place during the most anxious years through which the Indian Empire has passed. Prior to 1860, the English criminal law, as modified by several acts, as administered in the presidency towns of Bombay, Calcutta, and Madras. The major criminal offences in India have been codified in the Indian Penal Code and in another criminal enactment and their procedures in the Criminal Procedure Code. The Indian Penal Code deals specifically with the offences and says what matters will afford an excuse or a defense to a charge of any offence. ശരി, നോക്കിക്കോ. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ത്യൻ പീനൽ കോഡ് 1862 ജനുവരി 1 പ്രവർത്തിച്ചു തുടങ്ങിയത്. ലോർഡ് മെക്കാളെ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മീഷന്റെ ചെയർമാൻ. ലോർഡ് മെക്കാളയും 3 പേരും ഉണ്ടായിരുന്നു കമ്മിറ്റി. ഒരു നിയമ ഉപദേശകനും ഉണ്ടായിരുന്നു. 1834 IPC എന്ത് ചെയ്തത്? ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പേ തന്നെ ബ്രിട്ടീഷ് ക്രിമിനൽ ലോയാണ് ബോംബെയിലും മദ്രാസിലും കൽക്കട്ടയിലും നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും IPCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. IPC നടപ്പാക്കുന്നതിന് വേണ്ടി CRPC എന്ന് പറയുന്ന ഒരു നിയമം, ക്രിമിനൽ പ്രൊസീജിയർ കോഡും ബ്രിട്ടീഷുകാർ അന്ന് രൂപം കൊടുത്തു. മനസ്സിലായോ? മനസ്സിലായി സാർ. The purpose of IPC is criminal justice and punishment. IPCയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ക്രിമിനൽ ജസ്റ്റിസ്, ക്രിമിനൽ നീതി നിർവഹണവും പണിഷ്മെന്റുമാണ്, ശിക്ഷിക്കലുമാണ്. As was held in the case of State of Haryana versus Jagadish. IPCയുടെ ഉദ്ദേശം കുറ്റവും ശിക്ഷയുമാണ് എന്ന് പറഞ്ഞത് ഏത് കേസിലാണ്? സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ജഗദീഷ് എന്ന കേസ്. 2010 സുപ്രീം കോർട്ട് കേസ് 216 that the punishment if taken with the remedial and for the benefit of the convict, the remission should be granted. എന്താണ്? if taken, punishment taken to be remedial for the benefit of the convict, കുറ്റാരോപി ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ the remission should be granted. അയാൾക്ക് എന്താണ്? റെമിഷൻ അനുവദിക്കും, റിഡക്ഷൻ അനുവദിക്കും. if taken to the remedial and for the benefit of the convict, the remission should be granted. Remission അനുവദിക്കും. if sentence is taken to the purely punitive, സെൻറ്റൻസ് കൊടുക്കുന്നത് പ്യുവർലി പൂർണ്ണമായി പ്യുനിറ്റീവ് ആണെങ്കിൽ, പണിഷബിൾ ആണെങ്കിൽ, ശിക്ഷിക്കുന്ന രീതിയിലാണെങ്കിൽ, ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ടു ബി വിൻഡിക്കേറ്റ് ദി അതോറിറ്റി ഓഫ് ലോ ആൻഡ്
deter others if it should be granted. എന്തിനു വേണ്ടിയാണ് ഇവിടെ നമ്മൾ നിങ്ങൾ കുറേ LLBക്ക് പഠിക്കുമ്പോൾ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1-2 തിയറികൾ, നല്ലതല്ല 4 തിയറികൾ. ഒന്ന് പ്യൂണിറ്റീവ് തിയറിയാണ്, ശിക്ഷിക്കുക. അത് ഡിറ്ററൻ്റ് തിയറിയാണ്, പല്ലിന് പല്ല് കണ്ണിന് കണ്ണ്. അവനൊരു പല്ലടിച്ച് കൊഴിച്ചാൽ അവൻ്റെ ഈ പല്ലടിച്ച് കൊഴിയുക. അങ്ങനെയുള്ള തിയറികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അക്യൂസ്ഡിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് കേട്ടോ. അന്നത്തെ അക്യൂസ്ഡല്ല ഇന്ത്യക്കാരാണ്. എങ്കിലും അക്യൂസിറ്റോറിയൽ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് CRPC IPC ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് വായിച്ചേ കേട്ടെ. The purpose of IPC is criminal justice and punishment, as was held in case of State of Haryana versus Jagdish 2010 for Supreme Court case 216, that the punishment, if taken to be remedial and for the benefit of the convict and remission, should be granted. If the sentence is taken to be purely punitive, in public interest to vindicate the authority of law and to deter others, it should be granted. Yes. The purpose of IPC is criminal justice and punishment, as was held in the case of State of Haryana versus Jagdish 2010 for Supreme Court case 216, that the punishment, if taken to be remedial and for the benefit of the convict, the remission should be granted. If the sentence is taken to be purely punitive, in public interest to vindicate the authority of law and to deter others, it should be granted. മനസ്സിലായോ? മനസ്സിലായി സാർ. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് IPC. ആ IPCയുടെ ഇൻട്രൊഡക്ടറി പാർട്ട് എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. IPCയിൽ ഒരു 5 മാർക്കിൻ്റെയോ അതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നാൽ ഈ സാധനം ആദ്യം ഒന്ന് എഴുതി വെക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ IPCയെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട് എന്ന് ആര് മനസ്സിലാകും? അത് മാർക്ക് ഇടണം. അപ്പൊ ഏതെങ്കിലും ഇപ്പോൾ ഒരു വലിയൊരു എസ്സേ എഴുതുമെന്ന് വെച്ചോ, അതിനെഴുതി ചേർത്താലും മതി. ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്തും 1 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്തും ഒന്നും എഴുതി ചേർക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതി ചേർക്കണമെന്ന് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ, അതൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എന്താണ് IPC, നിങ്ങൾക്കറിയാവുന്ന ഒരു ഇൻട്രൊഡക്ഷനാണിത്. ഇത് ഇതുപോലെ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇതിൻ്റെ കണ്ടന്റ് ഇതുപോലൊക്കെ വേണം. സെൻറ്റൻസുകൾ വാക്കുകൾ മാറിയാലും കുഴപ്പമില്ല. മനസ്സിലായോ? ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് റീസൺ എന്താണ്? പറയൂ. എനിക്ക് കഴിക്കാൻ പോണായിരുന്നു, 7:30 അപ്പൊ നിർത്തണോ? നാളെ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു 6:30 ആകുമ്പോൾ നാളെ നേരത്തെ തുടങ്ങാം സാർ. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലല്ലോ. അത് ഞാൻ കണ്ടില്ല സാർ, ഞാൻ കടയിൽ